നല്ലത് ചെയ്താൽ നന്നാകും, നന്മകൾ എന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകൾ എന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. ഐശ്വര്യത്തിന്റെ നവോന്മേഷവുമായി എത്തുന്ന ജീസസ് കിഡ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിർമ്മല ഹൃദയങ്ങളുമായി നമ്മെ കാത്തിരിക്കുന്ന കൂട്ടുകാർ, പോകാം അവരുടെ അടുത്തേക്ക്. കാട്ടിലെ കൂട്ടുകാർ. മഴ വരുന്നുണ്ട്, വേഗം നടക്ക്. സാധനങ്ങൾക്ക് തന്നെ ആവശ്യത്തിന് ഭാരമുണ്ട്. അതിനിടയ്ക്ക് ഒരു കൊട കൂടി വന്നാലോ? ഞാനേ കൊടയെടുക്കാൻ മാറുന്നത് കൊണ്ടാ. അതൊക്കെ ശരി തന്നെ. എന്തായാലും മഴ പെയ്താൽ നമ്മൾ എല്ലാവരും അതുകൊണ്ടല്ലേ പറഞ്ഞത് വേഗം നടക്കാൻ. അയ്യോ സാറേ, കൊടയെടുക്കാൻ മറന്നു. മഴ ഇപ്പൊ പെയ്യും. അപ്പോൾ ആരും കൊടയെടുത്തിട്ടില്ലല്ലേ? ഇല്ല സാറേ. മഴ തുടങ്ങിയത് അറിഞ്ഞില്ലേ? അറിയിപ്പൊക്കെ കേൾക്കുന്നില്ലേ? മഴ നനഞ്ഞാൽ വല്ല അസുഖവും പിടിക്കും. ഈ കാലാവസ്ഥയിൽ നമുക്ക് പനി വേഗം വരും. പനി വന്നാൽ ആകെ പ്രശ്നമാകും. ചെറിയൊരു ഭാരം കുറയ്ക്കാൻ വേണ്ടി കുടയെടുക്കാതെ മഴ നനഞ്ഞ് നടന്നാൽ അതിന്റെ ദോഷം നിങ്ങൾക്ക് തന്നെയാണ്. എന്തായാലും വേഗം ചെല്ലാൻ നോക്ക്. മഴ വന്നാൽ വീട്ടിലെത്തുമ്പോഴേക്കും നനഞ്ഞ ആകെ വിഷമത്തിലാവും. ഇനി ഒരിക്കലും ഞങ്ങൾ കുടയെടുക്കാതെ നടക്കത്തില്ല. വെരി ഗുഡ്. വേഗം 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 വീട്ടിലേക്ക് ചെല്ല്. പോ. വേഗം നടന്നോ. വേഗം നടക്കൂ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. മഴ നനഞ്ഞാൽ പനി വരുമെന്ന് ഞാൻ പറഞ്ഞതല്ലേ? എന്നിട്ടും സാറേ, അത് പിന്നെ നല്ല പനിയാണെന്നാ കേട്ടത്. ഇപ്പോഴത്തെ പനിയെ വിശ്വസിക്കാനൊന്നും പറ്റത്തില്ല. ഏതൊക്കെ തരത്തിൽ അത് തിരിയുന്നതെന്ന്. ഇനിയിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. സാറേ, ഇനി ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. നമുക്ക് ആശുപത്രിയിൽ കിടക്കുന്ന കപിലിനെ ഒന്ന് കാണാൻ പോകണം. പോകുമ്പോ കുറച്ച് ഫ്രൂട്ട്സ് കൊണ്ടുപോകാം. അത് ശരിയാ, വഴിന്ന് മേടിക്കാം. കുറച്ച് ഭക്ഷണം എടുക്കേണ്ടതായിരുന്നു. അതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ കപിലിന്റെ അടുത്തേക്ക് പോകുന്നു, അല്പസമയം ഇരിക്കുന്നു, സുഖവിവരം അന്വേഷിക്കുന്നു, അത്ര തന്നെ. ഫുഡ് ഷോപ്പ് എത്തിയല്ലോ, നമുക്ക് അങ്ങോട്ട് പോകാം. വാ. എഴുന്നേൽക്കണ്ട. കിടന്നോളൂ. ഇപ്പൊ എങ്ങനെയുണ്ട് കപിൽ? കുറവുണ്ട് സാറേ. കഴിഞ്ഞ ദിവസം ഭയങ്കര പനിയായിരുന്നു. കുറച്ചു ദിവസം വിശ്രമിച്ച വേഗം കുറയും കപിൽ. സാറേ, ഞാൻ ആരും പറഞ്ഞത് കേട്ടില്ല, ആരും അനുസരിച്ചില്ല. അതുകൊണ്ടാണ് എനിക്ക് ഈ പനിയൊക്കെ വന്നത്. ചുമയാണല്ലോ. അങ്ങനെ എനിക്ക് വയ്യാതെയായി. ഇനിയിപ്പോ കഴിഞ്ഞതിനെ പറ്റി ഒന്നും ആലോചിക്കാതെ മനസ്സ് ശാന്തമാക്കി കിടക്കൂ. എന്റെ പീലി, ഇതൊന്നും എനിക്കിപ്പോ കഴിക്കാൻ പറ്റില്ല. ഒരു കാര്യം ചെയ്യാം, ആ പപ്പീസിന് കൊടുക്കൂ.
മടിക്കണ്ട, ആ ആൾക്കാർ തന്നെ. ഇത് നമ്മുടെ പപ്പീസല്ലേ? എന്താ കപിൽ പപ്പീസിനെ പറ്റിയത്? ഒന്നും പറയണ്ട സാറേ, വളരെ കഷ്ടമാ പപ്പീസിന്റെ കാര്യം. ഓ അവിടെ കൊടുത്തേക്കാം. കൊടുക്ക്. ഉറങ്ങുവാന്നാ തോന്നുന്നേ. എന്നാൽ കപിൽ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. ശരി സാർ, 2 ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്യാമെന്ന ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. വേഗം ശരിയാകട്ടെ. അപ്പോ ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് വീണ്ടും വരാം കേട്ടോ. ആയിക്കോട്ടെ. നടക്കും മോട്ടു. പോവാട്ടോ കപിലേ, നന്നായി റെസ്റ്റ് എടുത്തോ. പപ്പീസ് പാവം ഉറങ്ങുവാ. പപ്പീസ് എല്ലാം വേഗം ശരിയാകും കേട്ടോ. അല്ല, ഇപ്പൊ എങ്ങനെയുണ്ട് കപിലിന്? വളരെ മാറ്റമുണ്ട്. കുറച്ച് ദിവസം കൂടി വിശ്രമിക്കണം. കുറച്ച് ദിവസത്തേക്ക് ഇനി കപിലിന് വീട്ടിൽ തന്നെ ഇരിക്കണം. അതെ അതെ, നന്നായി റെസ്റ്റ് എടുക്കണം കേട്ടോ. സാറ് അന്ന് ആശുപത്രി വന്നപ്പോ പപ്പീസിനെ കണ്ടില്ലായിരുന്നോ? ഓവ കണ്ടിരുന്നു. പപ്പീസിന് എന്തായിരുന്നു? ഒന്നും പറയണ്ട സാറേ, ഒരു പാവം മഹാ കഷ്ടമാ പപ്പീസിന്റെ കാര്യം. തെളിച്ചു പറയൂ സാറേ. എന്റെ തൊട്ടടുത്ത് പപ്പീസും ഗംഭീർ എന്ന മറ്റൊരു രോഗി കൂടി ഉണ്ടായിരുന്നു. എന്നിട്ട് ഗംഭീറിന്റെ അസുഖത്തിന് ഓപ്പറേഷൻ വേണ്ടി വന്നു. പക്ഷെ ഓപ്പറേഷന് കുറച്ച് പണം വേണമായിരുന്നു. ഓ, എന്നിട്ട് എന്ത് ചെയ്തു? അതൊരു കഥയാ സാറേ. പപ്പീസിന്റെ നന്മയുള്ള മനസ്സിന്റെ ദാനത്തിന്റെ കഥ. എന്താ ചേട്ടാ പ്രശ്നം? ഒന്നും പറയണ്ട ചെങ്ങായി, ഒരു ഓപ്പറേഷൻ വേണം ഈ ഗംഭീറിന്. എന്താ പിന്നൊരു പക്ഷേ? ഇവിടെ കെട്ടിവെക്കാൻ ഒരുപാട് പണം വേണം. അതാണോ കാര്യം? എന്റെ കയ്യിലുള്ള പടക്കം തീർന്നു. എന്റെ കയ്യിലും പണമൊന്നും ഇരിപ്പില്ലല്ലോ. വഴി ഗംഭീരിന്റെ കാശ് കിട്ടിട്ടാ, പക്ഷെ അത് കേട്ടുമ്പിൽ കിടക്കാണ്. അത് ഗംഭീർ കിട്ടുള്ളൂ. അത് ഈ അവസ്ഥയിൽ എങ്ങനെ എടുക്കുക? അതാ പ്രശ്നം. ഇനിയിപ്പോ എന്ത് ചെയ്യും? അല്ല, നമുക്ക് പപ്പീസിനോടൊന്ന് ചോദിച്ചു നോക്കിയാലോ? പപ്പീസ് ആശുപത്രിയിലേക്ക് എടുക്കണ്ടല്ലേ? പണം തിരുമിറിച്ച കയ്യിലുണ്ടാവോ? സാരമില്ലെന്നേ, ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ. അല്ല കപിലേ, എന്നിട്ട് പപ്പീസിന് പണം കൊടുത്തോ? ഓ, കഥ കേൾക്കാൻ എന്തൊരു താല്പര്യ. കഥയല്ല മോട്ടു, ജീവിതത്തിന്റെ യഥാർത്ഥ മുഖം. അതിനെയാ ഗംഭീർ തരണം ചെയ്തത്. മനസ്സിലാകുന്നുണ്ടോ? ഓഹോ, അപ്പൊ നല്ലവനായ പപ്പീസ് തീർച്ചയായും സഹായിച്ചു കാണും. പറഞ്ഞത് ശരിയാ. പപ്പീസ് ഓപ്പറേഷൻ നടത്താനുള്ള പണം ഗംഭീറിന് നൽകി. നല്ല മനസ്സിന്റെ ഉടമകൾക്ക് ഒരിക്കലും മറ്റുള്ളവരെ സഹായിക്കാതിരിക്കാൻ സാധിക്കില്ല. വമ്പൻ സാറ് പറഞ്ഞത് ശരിയാ. പക്ഷെ പപ്പീസ് ആശുപത്രി വിട്ട് പോയിട്ടില്ലല്ലോ. അതാ സാറേ അത്ഭുതം. എന്തത്ഭുതം? പറയാം സാർ. കപിൽ, നമ്മുടെ ഗംഭീർ അസുഖമൊക്കെ മാറി ഡിസ്ചാർജ് ചെയ്തു പോയി അല്ലേ കപിൽ? അതെ പപ്പീസേ, നല്ല കാര്യമല്ലേ അത്? എന്തായാലും ഗംഭീർ നമ്മളെ കാണാൻ ഇവിടേക്ക് വരുമായിരിക്കും. പപ്പീസ് പറഞ്ഞത് ശരിയാ. പപ്പീസ് കൊടുത്ത പണം അപ്പൊ കൊണ്ടുവരും. അതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമല്ലെന്നേ. പണം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. എനിക്ക് അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അതെന്താ പപ്പീസ് അങ്ങനെ പറയുന്നേ? ഓ, എന്റെ അസുഖം ഭേദമാകില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. എന്റെ മാറാരോഗത്തിന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ ഗംഭീറിന്റെ മാറുന്ന രോഗത്തിന് സഹായിക്കുന്നത്? പപ്പീസ് എന്തൊക്കെയാ പറയുന്നേ? നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇത്തരം ചെറിയ കാര്യങ്ങൾ അത് മതി ജീവിതത്തിൽ ഓർത്തിരിക്കാൻ. വിഷമിക്കാതെ, പപ്പീസിന്റെ അസുഖമൊക്കെ മാറും തീർച്ച. എന്റെ അസുഖം മാറണമെങ്കിലേ
എന്തെങ്കിലും അത്ഭുതം സംഭവിക്കണം കേട്ടോ. അത്ഭുതം സംഭവിക്കും, നോക്കിക്കോളൂ. പാവം. അല്ല, എന്നിട്ട് എന്തെങ്കിലും അത്ഭുതം സംഭവിച്ചോ? പറ കപിലേ. തീർച്ചയായും സംഭവിച്ചു കാണും. പാവം പപ്പീസ് സ്വന്തം രോഗത്തെ അവഗണിച്ച് മറ്റുള്ളവരെ സഹായിച്ചതല്ലേ. അല്ല, ആ ഗംഭീർ പപ്പീസിനെ പിന്നെ കാണാൻ പോയില്ലേ? പിന്നെ വന്നില്ല. ദുഷ്ടൻ. സഹായം കിട്ടിക്കഴിഞ്ഞിട്ട് അസുഖവും മാറി. അങ്ങനെ പറയരുത് മക്കളെ. നമ്മൾ ചെയ്യുന്ന സഹായം തിരിച്ചു കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കരുത്. സാർ പറഞ്ഞത് ശരിയാ. അല്ല കപിൽ, നമുക്ക് ഈ പപ്പീസിനെ ഒന്ന് കാണാൻ പോയാലോ? അത് ശരിയാ സാറേ, നമുക്ക് എന്തായാലും പോണം. തീർച്ചയായിട്ടും നമുക്ക് പോകാം. അഡ്രസ് ഒക്കെ എന്റെ കയ്യിലുണ്ട്. പിന്നെ നമുക്ക് ഇന്ന് തന്നെ പോയാലോ? അയ്യോ, ഇന്ന് വേണ്ട, നമുക്ക് മറ്റൊരു ദിവസം പോവാം. എങ്കിൽ കപിൽ, ഞങ്ങൾ ഇറങ്ങട്ടെ. സുഖാവുമ്പോ ഞാൻ സാറിന് ഫോൺ ചെയ്യാം. അപ്പൊ പപ്പീസിനെ നമുക്ക് കാണാൻ പോകാം. എന്നാ ഞങ്ങൾ ഇറങ്ങുവാട്ടോ. ബൈ. ഇത് തന്നെയാണ് ആവോ വീട്? ഒരു ഡൗട്ട്. ഇതാവാൻ വഴിയില്ല. ഇത്രയും പണമൊക്കെ നൽകി ഗംഭീറിനെ സഹായിച്ച പപ്പീസിന്റെ വീട് ഇതായിരിക്കില്ലെന്നേ. മക്കളെ, വീടിന്റെ വലുപ്പത്തിലോ സ്വത്തിന്റെ കാര്യത്തിലോ അല്ല, സഹായിക്കാനുള്ള മനസ്സ്, അതാണ് പ്രധാനം. അത് സാറ് പറഞ്ഞത് ശരിയാ. പപ്പീസ്, പപ്പീസ്. അയ്യോ, വീട് മാറിയില്ലേ? ഇത് ശരിയാണല്ലോ, അങ്ങനെ ഒരു വഴിയില്ല. ഗംഭീറിന്റെ വലിയ വീടാണെന്നാ ഞാൻ കേട്ടത്. അല്ല പപ്പീസ്, ഇത് പപ്പീസിന്റെ വീടല്ലേ? പപ്പീസ് എവിടെ പോയി? അതേന്ന്, പപ്പീസൊക്കെ ഇവിടെ ഉണ്ട്. അവർ കുളിക്കാണ്. ഇവരെ പരിചയപ്പെടുത്തിയില്ലല്ലോ. ഇത് വമ്പൻ സാറ്, ഇതെന്റെ കൂട്ടുകാരൻ. ഞങ്ങള് പപ്പീസിനെ കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ. സാറ് പപ്പീസിനെ പറ്റി കപില് പറഞ്ഞിട്ടുണ്ടാവൂല്ലേ? പറഞ്ഞു പറഞ്ഞു. സാറ്, പപ്പീസിന്റെ കാര്യത്തില് വലിയൊരു അത്ഭുതം സംഭവിച്ചു. എന്നുവെച്ചാ പപ്പീസിന്റെ അസുഖം പൂർണ്ണമായി മാറി. ദൈവത്തിന് നന്ദി, ദൈവം വലിയവനാണ്. എനിക്ക് ഒരിക്കലും പപ്പീസിനെ മറക്കാൻ കഴിയില്ല. പപ്പീസിനെ ഞാൻ നിരന്തരം വന്ന് പരിചരിച്ചു. എനിക്കാവുന്ന സാമ്പത്തിക സഹായമൊക്കെ ഞാൻ നൽകി. ഗംഭീർ, ഒരു ചെറിയ വേള ഞങ്ങൾ ഗംഭീറിനെ തെറ്റിദ്ധരിച്ചു. പക്ഷെ ഗംഭീർ നല്ലവനാ, പപ്പീസിന്റെ രക്ഷകനായില്ലേ? അയ്യോ, അങ്ങനെയല്ല സാറേ. പപ്പീസ് എനിക്കാണ് രക്ഷകനായത്. സ്വന്തം ജീവൻ പണയപ്പെടുത്തി പപ്പീസ് എന്റെ ജീവനാണ് രക്ഷിച്ചിട്ടുള്ളത്. കപിലും കൂട്ടുകാരാണ്. കപിലോ? സുഖാണോ പപ്പീസ്? സുഖം തന്നെ. എന്റെ ജീവിതത്തിൽ അത്ഭുതം സംഭവിച്ചു കപിൽ. അല്ല, ഇതാരാ കപിലെ? എന്റെ സാറാ, പപ്പ സാറ്. പപ്പീസിന്റെ എല്ലാ കാര്യവും ഞങ്ങൾ എല്ലാവരും എല്ലാം ദൈവത്തിന്റെ കൈകളിലായിരുന്നു സാറേ. അതെ അതെ, നമ്മുടെ ജീവിതം ജീവിച്ചു തീർക്കാൻ ദൈവത്തിന്റെ അനുമതി വേണം. അതിന് അവന്റെ കാഴ്ചയിൽ നമ്മൾ നല്ലവരായിരിക്കണം. സാറേ, പപ്പീസിന്റെ ജീവിതം ഒരു മഹാ അത്ഭുതമാണല്ലോ. തീർച്ചയായും. ഈശ്വരഹിതത്തിൽ ഈശ്വരന്റെ മക്കളായി ജീവിക്കാൻ വിധിക്കപ്പെട്ട നമുക്കെന്നും താങ്ങും തണലും എല്ലാം അവനാണ്. ശരിയാ ശരിയാ സാർ, എന്റെ ജീവിതം അതിനൊരു ഉദാഹരണം മാത്രമാണ്. ശരിയാണ് പപ്പീസ്. പപ്പീസിനെ പോലെ ആയിത്തീരാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. അതിനുള്ള കഴിവ് ഈശ്വരൻ നമുക്ക് നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാടിന്റെ ഉള്ളറകളിൽ നിന്നും വചനത്തിന്റെ വാതായനങ്ങളിലേക്ക് ടിങ്കോ ടിങ്കോ ലിറ്റിൽ സ്റ്റാർ. ഹായ് കൂട്ടുകാരെ. ഹായ് ടിങ്കു. ഹായ് അങ്കിൾ. ടിങ്കു, ഇന്ന് എന്തൊക്കെയാ നിന്റെ പുതിയ വിശേഷങ്ങൾ? ഞാൻ അറിയാം അങ്കിൾ. പെട്ടെന്ന് പറ. അങ്കിളിനും കൂട്ടുകാർക്കും കേൾക്കാൻ കൊതിയായിട്ടാ ചോദിക്കുന്നത്. ഞാൻ അറിയാന്നേ. എന്നാ പെട്ടെന്ന് പറ. ഞങ്ങളുടെ സ്കൂളിൽ ഇന്ന് ഒരു അവാർഡ് ദാനമാണ്. ഓ, അത് ശരി. സ്കൂളിൽ അവാർഡ് ദാന ചടങ്ങ് നടക്കുവാണോ? അതെ അങ്കിൾ. ശരി, എന്തിനാണ് അവാർഡ് കൊടുക്കുന്നത്? എല്ലാ വിഷയത്തിനും A ക്ലാസ് കിട്ടിയ കുട്ടി. ഓ, എല്ലാ വിഷയത്തിനും
A+ കിട്ടിയ കൂട്ടുകാർക്കാണ് അവാർഡ് കൊടുക്കുന്നത് അല്ലേ? ഓ അത് ശരി, ക്യാഷ് അവാർഡും ഉണ്ട്. ഓ എത്ര വലിയ സന്തോഷകരമായ കാര്യം അതല്ലേ? അപ്പോൾ എത്രയോ കഠിനപ്പെട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചതുകൊണ്ടല്ലേ അവർക്ക് ഈ അവാർഡൊക്കെ കിട്ടാൻ കാരണമായത്? നമ്മളെക്കുറിച്ചും നമ്മുടെ മാതാപിതാക്കളും ടീച്ചേഴ്സൊക്കെ ആഗ്രഹിക്കുന്നത് നാം നന്നായി പഠിച്ച് മിടുക്കരായി എല്ലാത്തിനും ഉയർന്ന മാർക്ക് നേടണമെന്നുള്ളതാണ്. ഓക്കെ, അപ്പം അങ്ങനെ ചെയ്യുമ്പം നമുക്കും അവാർഡൊക്കെ കിട്ടും. ഇത് പറഞ്ഞപ്പോഴാണ് അങ്കിളിന് ഒരു കഥ ഓർമ്മ വന്നത്. ഒരു രാജ്യത്ത് അവിടുത്തെ രാജ്ഞിയുടെ മനസ്സിൽ ഒരാഗ്രഹം ഉണ്ടായി. അവിടെയുള്ള പട്ടാളക്കാരെയൊക്കെ അനുമോദിക്കുക. കാരണം ആ രാജ്യം വലിയൊരു യുദ്ധം കഴിഞ്ഞ് നിൽക്കുകയാണ്. ആ യുദ്ധത്തിൽ ആ രാജ്യം ജയിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ രാജ്ഞി വിചാരിച്ചു, യുദ്ധത്തിൽ പങ്കെടുത്ത പട്ടാളക്കാർക്കെല്ലാം ചില അവാർഡുകൾ നൽകണം, ചില സമ്മാനങ്ങൾ നൽകണം. വിളംബരം ചെയ്തു. ആ നാട്ടിലെ എല്ലാ പട്ടാളക്കാരെയും ഈ വിവരം അറിയിച്ചു. അങ്ങനെ ഈ യുദ്ധത്തിൽ പങ്കെടുത്ത ഓരോരുത്തരായിട്ട് വരുവാനായിട്ട് ഇടയായി തീർന്നു. വലിയൊരു സമ്മേളനമാണ്. ഒരുപാട് പട്ടാളക്കാരും അവരുടെ കുടുംബാംഗങ്ങളൊക്കെ അതിലുണ്ട്. നല്ല രസമായിരിക്കും. അതെ, പക്ഷേ ഉണ്ടല്ലോ, ഈ വന്നിരിക്കുന്ന പട്ടാളക്കാർക്കെല്ലാം ചില പ്രത്യേകതകളുണ്ട്. ചിലരുടെ കൈ പോയത്, ചിലരുടെ കാല് നഷ്ടപ്പെട്ടത്, ചിലരുടെ വിരൽ നഷ്ടപ്പെട്ടത്, ചിലരുടെ ചെവി നഷ്ടപ്പെട്ടത്, അങ്ങനെ ഓരോ അവയവങ്ങൾ നഷ്ടപ്പെട്ട പലരാണ് അവിടെ വരുവാനായിട്ട് ഇടയായി തീർന്നത്. പിന്നെ അല്ലാതെ രാജ്ഞി എല്ലാവരെയും നോക്കി. കടന്നു വന്ന ഓരോരുത്തർക്കും സമ്മാനങ്ങൾ കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. കൈ നഷ്ടപ്പെട്ട ആൾ വന്നു, അവർക്ക് അവാർഡ് കൊടുത്തു. കാല് നഷ്ടപ്പെട്ട ആൾ വന്നു, അവർക്കും അവാർഡ് കൊടുത്തു. എന്നാൽ ചില ആളുകൾ ചേർന്ന് ഒരു വ്യക്തിയെ പൊക്കിയെടുത്ത് രാജ്ഞിയുടെ മുമ്പിൽ കൊണ്ടുവന്നു. കൈയും കാലും നഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. യുദ്ധത്തിൽ പൂർണ്ണ മനസ്സോടെ യുദ്ധം ചെയ്തപ്പോൾ തൻ്റെ പല അവയവങ്ങളും നഷ്ടമായി. താനിന്ന് ജീവനുണ്ട്, പക്ഷേ തൻ്റെ എല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഈ മനുഷ്യനെ കണ്ടപ്പോൾ രാജ്ഞി അവിടെ നിന്ന് എഴുന്നേറ്റു. ഒരുപക്ഷെ അദ്ദേഹത്തെ ആദരിച്ചുകൊണ്ടായിരിക്കും എഴുന്നേറ്റത്. മാത്രവുമല്ല, ഈ രാജ്ഞി സമ്മാനങ്ങൾ കൊടുക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ നെറുകയിൽ ഒരു ചുംബനവും കൂടെ കൊടുത്തു. തീർച്ചയായിട്ടും ആ രാജ്യത്തിലെ രാജ്ഞിയാണ് കൊടുക്കുന്നത്. ഇതുപോലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അവാർഡ് വേറെയില്ല. ഇതുപോലെ പ്രിയ കൂട്ടുകാരെ, ഒരു രാജ്യം ആ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചവർക്ക് ഇത്രമാത്രം അവാർഡ് കൊടുത്തെങ്കിൽ വലിയവനായിരിക്കുന്ന ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന കൂട്ടുകാർക്ക് ദൈവം കൊടുക്കുന്ന പ്രതിഫലം എന്താണെന്നോ? ബൈബിളിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, നമ്മുടെ പ്രവൃത്തികൾക്ക് അനുസരിച്ച് അവൻ പ്രതിഫലം തരും. പ്രിയ കൂട്ടുകാരെ, നമുക്ക് വേണ്ടി ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഈശോയ്ക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ടോ? ഈശോ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. ഈശോയ്ക്ക് വേണ്ടി നാം ചില കാര്യങ്ങൾ ചെയ്യണം, ചില നന്മകൾ ചെയ്യണം, ചില പ്രവൃത്തികൾ ചെയ്യണം. ഈശോയ്ക്ക് വേണ്ടി നമ്മുടെ സമയം നാം ചെലവഴിക്കണം, നമ്മുടെ കഴിവുകൾ നാം ചെലവഴിക്കണം. അതിനെല്ലാം പ്രതിഫലമുണ്ട്. എനിക്കറിയത്തില്ലായിരുന്നു. കൂട്ടുകാർക്ക് അറിയായിരുന്നോ? പ്രിയ കൂട്ടുകാരെ, നമ്മുടെ കഴിവുകൾ ഈശോയ്ക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. പ്രതിഫലം അവൻ നമുക്ക് നൽകും. ദൈവം അതിനായി നമ്മെ സഹായിക്കട്ടെ. ഓക്കേ. ഓരോ എപ്പിസോഡും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്നറിയുന്നതിൽ സന്തോഷിക്കുന്ന സമയം. തുടർന്നും എഴുതുക. അയക്കേണ്ട വിലാസം: ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ജീസസ് കിഡ്സ്, ശാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. നന്മകളുടെ അനുഭവ കാഴ്ചകളുമായി വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.